ഹലോ ഡിയേഴ്സ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു കുഞ്ഞു ജനിച്ച് അവൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ സരളമായി കൈകാര്യം ചെയ്ത് പോകാനുള്ള അവൻ്റെ കഴിവുകളൊക്കെ അവന് കിട്ടുന്നത് അവൻ ജനിച്ചൊരു 6-7 വർഷങ്ങൾക്കുള്ളിലാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കിട്ടുന്നത് അവൻ്റെ പാരൻസിൽ നിന്നും പ്രൈമറി ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്നുമാണ്. പിന്നെ അവൻ ഇടപെടുന്ന അവൻ്റെ എല്ലാ എൽഡേഴ്സിൻ്റെ അടുത്തുനിന്നും അവൻ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ സമയത്ത് അവൻ്റെ നിഷ്കളങ്കവും നിർമ്മലവും ശബ്ദവുമായ അവൻ്റെ ഇൻറ്റ്യൂട്ടീവ് മൈൻഡിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഈ ലൈഫ് വാല്യൂസ്, അതിന് ഒരിക്കലും ഒരു മോചനം ഉണ്ടാവില്ല. അവിടെ ബേസായിട്ട് അവൻ എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലൈഫ് വാല്യൂസ് തന്നെയാണ്. അപ്പോൾ ഈ ലൈഫ് വാല്യൂസ് എന്താണെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. ഫസ്റ്റ് വൺ, ഷെയറിങ്. ഇഷ്ടമുള്ള കാര്യങ്ങൾ പരസ്പരം അച്ഛനും അമ്മയും ഷെയർ ചെയ്യുന്നത് വഴി അവനത് കണ്ട് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ ഭാവിയിലും അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവൻ്റെ ഫ്രണ്ട്സിനും അവൻ്റെ ജീവിതത്തിൽ വേണ്ടപ്പെട്ടവർക്കും ഷെയർ ചെയ്യാൻ അവൻ പഠിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും അവൻ പഠിക്കും. അവൻ്റെ മനസ്സിൽ ഒരുപാട് സ്പേസ് ഉണ്ടാവും, അവൻ ഫ്രീ ആവും, സന്തോഷവും സമാധാനമായിട്ടിരിക്കാനും സാധിക്കും, അല്ലേ? സെക്കൻഡ് വൺ, എമ്പതി, സഹാനുഭൂതി. ഒരാളോട് കാണിക്കേണ്ട സഹാനുഭൂതി അത് ആ കുഞ്ഞിനോടും വീട്ടിലുള്ള പരസ്പരം ഉള്ള പെരുമാറ്റത്തിൽ നിന്നും ആ കുഞ്ഞ് മനസ്സിലാക്കി വളരുമ്പോൾ, അവൻ്റെ വളർച്ചയിൽ അവനത് മനസ്സിലാക്കി കണ്ടു വളരുമ്പോൾ സമൂഹവുമായിട്ട് യോജിച്ചു പോകാനായിട്ട് ആ കുഞ്ഞിന് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതവന് നല്ലൊരു റിസോഴ്സസ് തന്നെയായിരിക്കും തീർച്ചയായിട്ടും. അടുത്തത് കമ്പാഷൻ, അനുകമ്പ. ഒരു കുട്ടിക്ക് നമ്മൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട, അനുഭവത്തിൽ കൊടുക്കേണ്ട ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അനുകമ്പ. അത് ആ കുഞ്ഞിനെ വളർത്തുമ്പോൾ അവനോട് കാണിക്കുന്ന അനുകമ്പയിലൂടെ അവനത് ബോധ്യപ്പെടും. അവൻ്റെ മനസ്സിൽ അവൻ ഒരു അവയർനെസ് ഉണ്ടാവുകയാണ് ആ കുട്ടിക്ക്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ല, അനുഭവത്തിലൂടെ അവന് മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ. പിന്നൊന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ്. കിട്ടുന്ന കാര്യങ്ങളിൽ നമുക്ക് നന്ദിയുള്ളത് അവൻ മനസ്സിലാക്കണം. ആ കുട്ടിയടക്കം നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ പാരൻസിൻ്റെ ജീവിതത്തിൽ ആ കുട്ടിയടക്കം നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളിലുള്ള നമ്മുടെ നന്ദിയും സ്നേഹവും നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ ജീവിതത്തിലും അവൻ കണ്ടു വളരുമ്പോൾ അതിലും നല്ലൊരു മാതൃക നമുക്ക് വേറെ എന്താ കൊടുക്കാനുള്ളത്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ലൈഫ് വാല്യൂസ് ആണ് ആ കുഞ്ഞിന് കിട്ടുന്ന ഏറ്റവും വലിയ അവൻ്റെ ചെറുപ്പത്തിലുള്ള റിസോഴ്സസ്. താങ്ക് യു.